ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കൂട്ടിയതിൽ സാന്റിയാഗോ മാർട്ടിൻ്റെ പേര് ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് 1-2 ദിവസങ്ങളായി. കാരണം സാന്റിയാഗോ മാർട്ടിൻ എങ്ങനെയാണ് അദ്ദേഹം ആളുകളെയും പാർട്ടിയെയും സ്വാധീനിക്കുന്നതെന്ന് ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ ഏറെക്കുറെ വ്യക്തമായി വരികയാണ്. 2019-നും 2024-നും ഇടയിൽ ഈ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് കമ്പനി 1368 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങി വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് പണം എത്തിച്ചു കൊടുത്ത്. അവ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായിട്ട് കൊടുത്തു ഈ ബോണ്ട്. നിരന്തര വിവാദങ്ങളിൽ പെടുന്ന ആളാണ് ഈ സാന്റിയാഗോ മാർട്ടിൻ. ആരാണ് ഈ സാന്റിയാഗോ മാർട്ടിൻ? കുറച്ച് കടുപ്പമാകട്ടോ. മ്യാൻമറിൽ ഒരു സാധാരണ തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച കോയമ്പത്തൂരുകാരനായ സാന്റിയാഗോ മാർട്ടിൻ 1988-ൽ കോയമ്പത്തൂരിൽ മാർട്ടിൻ ലോട്ടറി ഏജൻസീസ് തുടങ്ങി. കർണാടകയിലേക്കും കേരളത്തിലേക്കും സിക്കിമിലേക്കും മേഘാലയയിലേക്കും അരുണാചൽ പ്രദേശിലേക്കും പഞ്ചാബിലേക്കും മഹാരാഷ്ട്രയിലേക്കും ലോട്ടറി ബിസിനസ് വളർന്നു. സിക്കിം സർക്കാരിനെ കബളിപ്പിച്ച് 4500 കോടി രൂപ മാർട്ടിന്റെ കമ്പനി സ്വന്തമാക്കിയെന്ന ആരോപണം ഉയർന്നപ്പോഴാണ് 2008-ൽ ദേശാഭിമാനിക്ക് 2 കോടി രൂപ സാന്റിയാഗോ മാർട്ടിൻ സംഭാവന നൽകിയത്. VS അച്യുതാനന്ദൻ ഈ വിഷയം പിണറായി വിജയനെതിരെ ആയുധമാക്കിയപ്പോൾ ദേശാഭിമാനി പണം മാർട്ടിന് തിരികെ നൽകി. EP ജയരാജനെ പത്രത്തിന്റെ ജനറൽ മാനേജർ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു. DMK നേതാവും അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ കരുണാനിധിയുടെ തിരക്കഥ എഴുതിയ ഇലയിങ്ങൻ 20 കോടി രൂപ മുതൽ മുടക്കിൽ സിനിമയാക്കിയത് മാർട്ടിനാണ്. 2011-ൽ ജയലളിതയുടെ നേതൃത്വത്തിൽ AIADMK അധികാരത്തിലെത്തിയപ്പോൾ മാർട്ടിനെ ഗുണ്ടാ നിയമപ്രകാരം അകത്താക്കിയെങ്കിലും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. മാർട്ടിന്റെ മരുമകനായ ആദവ് അർജുന MK സ്റ്റാലിന്റെ മരുമകനായ ഷബീരിഷിന്റെ സംഘത്തിലായിരുന്നു ആദ്യം. കഴിഞ്ഞ ഫെബ്രുവരി 20-ന് വിടുതലൈ ചിരുതൈകൾ കക്ഷിയിൽ ചേർന്നു. മാർട്ടിന്റെ മകൻ ജോസ് ചാൾസ് മാർട്ടിൻ BJP തമിഴ്നാട് ഘടകത്തിൽ അംഗമാണെങ്കിൽ ഭാര്യ ലീമ റോസ് SRM ഗ്രൂപ്പ് സ്ഥാപകനായ TR പച്ചമുത്തുവിന്റെ പാർട്ടിയായ ഇന്ത്യ ജനനായക കക്ഷി അഥവാ IJKയിലാണുള്ളത്. 2019 മുതൽ കള്ളപ്പണം വെളുപ്പിച്ചെന്നാരോപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കമ്പനിക്കെതിരെ അന്വേഷണം നടത്തിവരികയാണ്. 2023 മെയ്യിൽ കോയമ്പത്തൂരിലും ചെന്നൈയിലുമുള്ള മാർട്ടിന്റെ ഓഫീസുകളിലും ED റെയ്ഡ് നടത്തി. സിക്കിം സർക്കാരിന്റെ ലോട്ടറികൾ അനധികൃതമായി കേരളത്തിൽ വിറ്റുവെന്ന CBI കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം. മാർട്ടിന്റെ 457 കോടി രൂപ ED കണ്ടുകെട്ടുകയും ചെയ്തു. റിസർച്ച് ഡെസ്ക് 24.